ഏവർക്കും +2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിന്റെ കഴിഞ്ഞ 12 എപ്പിസോഡുകളിലായി 9 ടൈപ്പ് ഇന്റഗ്രേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് വളരെ ഭംഗിയായി പഠിക്കുക. ഇന്ന് ഈ 13ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്പ് 10 ഇന്റഗ്രേഷൻ ബൈ പാർട്സ് റൂൾ അല്ലെങ്കിൽ ഇന്റഗ്രേഷന്റെ പ്രോഡക്റ്റ് റൂൾ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈപ്പ്. ഷുവർ ആയിട്ട് ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷന് പ്രോഡക്റ്റ് റൂൾ അല്ലെങ്കിൽ ബൈ പാർട്സ് റൂൾ യൂസ് ചെയ്ത് ഒരു പ്രോബ്ലം ഇന്റഗ്രേഷൻ ചെയ്യാൻ ചോദിച്ചിരിക്കും. യാതൊരു തർക്കവുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് റൂൾ മനസ്സിലാക്കാം. എന്തറിയണം? ആ ബേസിക് ആയിട്ടുള്ള തുടക്കത്തിൽ പഠിപ്പിച്ച 20 ഇന്റഗ്രേഷൻ ഫോർമുലാസ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ബൈ പാർട്സ് റൂൾ പഠിക്കാൻ സാധിക്കും. സോ ടൈപ്പ് 10 എന്താണ്? ബൈ പാർട്സ് റൂൾ. സോ എന്താണ് ബൈ പാർട്സ് റൂൾ? നോക്കിക്കോളൂ. ഇഫ് u and v are two differentiable functions of a single variable x, then integral u into v dx, integral of product of two functions is equal to formula, simple formula, first function into first function അതുപോലെ, then integral of second function the integral, that is integral v dx. എന്താണ് പ്രോഡക്റ്റ് റൂൾ? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, then integral of second function minus integral of derivative of first function, that is u dash, into then again integral of second function integral v dx. വീണ്ടും ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഈ ഇന്റഗ്രലിന്റെ ഓപ്പറേറ്റർ dx ഔട്ട്സൈഡ് ഇടുക. ഫോർമുല കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താണ് ബൈ പാർട്സ് റൂൾ? പറഞ്ഞോളൂ. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, then integral of second minus integral of derivative of first function into integral of second function എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന സംഗതിയില്ലേ അത് അതുപോലെ അവിടെ റീപ്ലേസ് ചെയ്താൽ മതി. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ എന്താണ് ബൈ പാർട്സ് റൂൾ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അത്രേ ഉള്ളൂ. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കിക്കോളൂ. ഫൈൻഡ് ഇന്റഗ്രൽ x into e raised to x dx equal to, പറഞ്ഞോളൂ ബൈ പാർട്സ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ x അതുപോലെ, then integral of second, വെറുതെ ഫോർമുല എഴുതി പ്രശ്നം ഉണ്ടാക്കണ്ട. integral of second function e raised to x ന്റെ ഇന്റഗ്രൽ e raised to x കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. സിമ്പിൾ ഇന്റഗ്രൽസിന്റെ ഫോർമുലാസ് അറിയണം. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, then integral of e raised to x, that is e raised to x minus integral of ഈ ഇന്റഗ്രൽ ഇട്ടു. നെക്സ്റ്റ് എന്താണ്? ഇവിടെ തൊട്ട് തുടങ്ങുക. ഈ ആദ്യം ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 1, then integral of second function എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയ സംഗതി അതുപോലെ ഇവിടെ റീപ്ലേസ് ചെയ്താൽ മതി. ഈ ഇരിക്കുന്നത് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് അല്ലേ, അത് അതുപോലെ അകത്തങ്ങ് റീപ്ലേസ് ചെയ്താൽ മതി. കഴിഞ്ഞു. dx. ഒരു ചെറിയ സിംപ്ലിഫിക്കേഷൻ കൂടെ. x into e raised to x minus integral of 1 into e raised to x. 1 into e raised to x എന്ന് പറഞ്ഞാൽ e raised to x. again integral e raised to x. എന്താണ് ഫോർമുല? e raised to x plus integration constant c, which is the integral of x into e raised to x dx. പിടിയിട്ടില്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈൻഡ് ഇന്റഗ്രൽ x into cos x dx. പറഞ്ഞോളൂ. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, then integral of second. എന്താണ് ഇന്റഗ്രൽ cos x? ഇന്റഗ്രൽ cos x എന്താണ്? sin x മൈനസ് ഇന്റഗ്രൽ ഓഫ്, ഇവിടെ തുടങ്ങുക. ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്താണ്? സൈൻ എക്സ്. അതിലേക്കൊന്നും പോകണ്ട. ഇവിടെ രണ്ടാമത് എഴുതിയ സംഗതി ഉണ്ടല്ലോ അത് അതുപോലെ ഇതിനകത്ത് എഴുതുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. സിക്വൽ ടു എക്സ് ഇൻറ്റു ഈ സൈൻ എക്സ് അതുപോലെ മൈനസ് 1 ഇൻറ്റു സൈൻ എക്സ് സൈൻ എക്സ്. വാട്ട് ഈസ് ഇന്റഗ്രൽ സൈൻ എക്സ്? ഇന്റഗ്രൽ സൈൻ എക്സ് എന്താണ്? മൈനസ് കോസ് എക്സ്. ഫോർമുല ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് കോസ് എക്സ് പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് കൊടുക്കാം, സി എന്ന് കൊടുക്കാം.
ഒരിക്കൽ കൂടെ പറയാം. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, then integral of second function that is sin x minus integral of ഈ x ന്റെ ഡെറിവേറ്റീവ് 1 into ഇവിടെ ഇരിക്കുന്നത് അതുപോലെ അവിടെ റീപ്ലേസ് ചെയ്യുക. കഴിഞ്ഞു. equal to ഇത് അതുപോലെ മൈനസ് എഴുതി, then integral of sin x minus cos x. ആ മൈനസ് ഇവിടത്തെ മൈനസ് ഇവിടെ പ്ലസ് cos x ആയി. ഇത്രയേ ഉള്ളൂ ബൈ പാർട്സ് റൂൾ. Question: find integral x into sec square x dx. സിമ്പിൾ പ്രോഡക്റ്റ് റൂൾ പറഞ്ഞോളൂ. equal to ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, then integral of second function integral sec square x എന്താണ് tan x ഫോർമുല അറിയണം. so tan x minus integral of derivative of first function x ന്റെ ഡെറിവേറ്റീവ് 1 into ഈ ഇരിക്കുന്നത് അതുപോലെ എഴുതുക, then dx. കിട്ടിയോ? ഈ ഇരിക്കുന്നത് അതുപോലെ, ഈ ഇരിക്കുന്ന എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് സെക്കൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ആണ്. ഇത്രയേ ഉള്ളൂ. ഇനി ഏത് പ്രോബ്ലം വന്നാലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. x into tan x minus integral 1 into tan x tan x. ഫോർമുല ഞാൻ പറഞ്ഞു തുടക്കത്തിലെ ബേസിക് 20 ഇന്റഗ്രൽസ് അറിഞ്ഞേ പറ്റൂ. വാട്ട് ഈസ് ഇന്റഗ്രൽ tan x? ഫോർമുല ഇന്റഗ്രൽ tan x equal to log mod sec x, log modulus of sec x plus integration constant c, which is the integral of integral x into sec square x dx. പറഞ്ഞ പഠിയിട്ടായിരുന്നു. ഇവിടെ ഇന്റഗ്രൽ tan x ന്റെ ഫോർമുല അപ്ലൈ ചെയ്യുക. ബൈ പാർട്സ് യൂസ് ചെയ്ത് നമ്മൾ 3 പ്രോബ്ലം ഇന്റഗ്രേറ്റ് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഇന്റഗ്രൽ x into e raised to x dx. ചിലർക്കെങ്കിലും തോന്നും മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ലേ, ഈ ഓർഡർ ഒന്ന് തിരിച്ചിട്ട് ഇന്റഗ്രേഷൻ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോക്കിക്കോളൂ, ഞാൻ ഇതിനെ ഒന്ന് തിരിച്ചെഴുതുന്നു. അപ്പൊ എന്ത് കിട്ടും? ഇന്റഗ്രൽ e raised to x into x dx. നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? വീണ്ടും പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, then integral of second function integral of x raised to 1 ന്റെ ഇന്റഗ്രൽ പവർ ഒന്ന് കൂട്ടണം, x square by 2 minus integral of ബൈ പാർട്സ് റൂൾ അനുസരിച്ച് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അകത്ത് തരണം, that is e raised to x. e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x into ഈ കിട്ടിയത് അതുപോലെ അകത്ത് എഴുതുക, അതല്ലേ ബൈ പാർട്സ് റൂൾ. then ഓപ്പറേറ്റർ dx. ഇത് അതുപോലെ എഴുതാം. ഇവിടെ പണിപാളിയിലെ എങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യും? e raised to x into വീണ്ടും x square, വീണ്ടും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, വീണ്ടും നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. അപ്പോൾ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ ഇന്റഗ്രലിനകത്ത് എന്ത് വരും എന്നറിയോ? e raised to x into x cube by 3 എന്ന് വരും. അപ്പൊ വീണ്ടും നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? e raised to x into x raised to 4 by 4. ഈ സംഗതി ഒരിക്കലും അവസാനിക്കില്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്റഗ്രേഷൻ അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് റൂൾ ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഓർഡർ ഓഫ് ദ ഫംഗ്ഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷന്റെ ഓർഡറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ ഓർഡർ ഒന്ന് ഓർമ്മിച്ചിരുന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്യാം. ഒത്തിരി ഷോർട്ട് കട്ടുകൾ പലരും പഠിപ്പിക്കാറുണ്ട്. ചിലർ ഇതാണ് ഷോർട്ട് കട്ട് പഠിപ്പിക്കുന്നത്, ഐ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് റൂൾ വരുമ്പോൾ ആ ഓർഡർ ഓഫ് ദ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം? ഫസ്റ്റ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, എൽ മീൻസ് ദെൻ ലോഗരിതമിക് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ലോഗരിതമിക് ഫംഗ്ഷൻ, എ മീൻസ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ അത് എഴുതുക, ടി മീൻസ് ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻസ്, നെക്സ്റ്റ് ഇ മീൻസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്. ഈ ഒരു ഓർഡറിൽ വേണം ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫംഗ്ഷൻസ് എഴുതാൻ. ഫസ്റ്റ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി, then ലോഗരിതമിക് ഫംഗ്ഷൻ, ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ്, പോളിനോമിയൽസ് ഒക്കെ അതിനകത്ത് വരും കേട്ടോ, എക്സ്, എക്സ് സ്ക്വയർ, സംതിങ് എക്സെട്ര. ടി മീൻസ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ഫൈനലി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഐ ലൈറ്റ്. പക്ഷേ ഞാൻ വേറൊരു ഷോർട്ട് കട്ട് പഠിപ്പിക്കാം, വളരെ സിമ്പിൾ ആയിട്ട്. ഇത്രയും കൺഫ്യൂഷൻ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഓർമ്മിക്കുക, എന്ത്? ലിപ്പ്. ബൈ പാർട്സ് റൂൾ വരുമ്പോൾ മനസ്സിലേക്ക് ഓടി വരിക ലിപ്പ്. എന്താണ്? ലിപ്പ്. ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി. ഇന്റഗ്രൽ ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് വന്നാൽ ആ ഓർഡർ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗരിതമിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കണം ഫസ്റ്റ് ഫംഗ്ഷൻ. ഇനി ലോഗരിതമിക് ഫംഗ്ഷൻ ഇല്ല എങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായിരിക്കണം? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഇനി ലോഗരിതമിക്കും ഇല്ല, ഇൻവേഴ്സും ഇല്ല എങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായിരിക്കണം? പോളിനോമിയൽസ് ആയിരിക്കണം. പോളിനോമിയൽ ഫംഗ്ഷൻസ് എഴുതുക, ബാക്കിയൊക്കെ മറന്നേരെ. ഇനി ലോഗരിതം ഇൻറ്റു പോളിനോമിയൽ വന്നാൽ ആദ്യം എന്തെഴുതണം? ലോഗരിതമിക് ഫംഗ്ഷൻ, then പോളിനോമിയൽ എഴുതുക.
ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗരിതമിക് ഫംഗ്ഷൻ, നെക്സ്റ്റ് എന്താണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, തേർഡ് പോളിനോമിയൽ. വേറെ ട്രിഗണോമെട്രി ഒന്നും കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ വന്നു ഇന്റഗ്രൽ എക്സ് ഇൻറ്റു സി സ്ക്വയർ എക്സ് അല്ലെ, പോളിനോമിയൽ ഇൻറ്റു ട്രിഗണോമെട്രി. ആദ്യം ആര് വരണം? ആ പ്രയോറിറ്റി അനുസരിച്ച് പോളിനോമിയൽ, അത്രയേ ഉള്ളൂ. ഇനി എന്നാണ് നേരത്തെ ചെയ്ത പ്രോബ്ലം, എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ്, പോളിനോമിയലിന്റെ എക്സ്പോണൻഷ്യൽ. എക്സ്പോണൻഷ്യലിനെ കുറിച്ച് ചിന്തിക്കേണ്ട, പോളിനോമിയലിന്റെ എക്സ്പോണൻഷ്യൽ വന്നാൽ ആദ്യം എഴുതേണ്ടതാണ് പ്രയോറിറ്റി അനുസരിച്ച് പോളിനോമിയൽ ഫംഗ്ഷൻ. എന്ത് മാത്രം ഓർമ്മിക്കുക, ലിപ്പ്. ലോഗരിതം ഉണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ. ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഇൻവേഴ്സ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇത് രണ്ടുമില്ല, പോളിനോമിയൽ ആണുള്ളതെങ്കിൽ പോളിനോമിയൽ എഴുതുക. ഇത്രയേ ഉള്ളൂ ആ ഓർഡറിന്റെ കാര്യം. വളരെ ഈസി ആയിട്ട് മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇന്റഗ്രൽ എക്സ് ഇൻറ്റു സൈൻ 3x dx. പോളിനോമിയൽ ഇൻറ്റു ട്രിഗണോമെട്രി. ആദ്യം എന്ത് തന്നെ വരണം? പോളിനോമിയൽ. ഓർമ്മിക്കുക, ലിപ്പ്. വേറെ ഒന്നും നോക്കണ്ട, പോളിനോമിയൽ തന്നെയാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. സോ ഓർഡറിന് വേറെ പ്രശ്നമൊന്നുമില്ല. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പറഞ്ഞോളൂ, എന്താണ് ബൈ പാർട്സ് റൂൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, then ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ഇവന്റെ ഇന്റഗ്രൽ ടൈപ്പ് 2 സൈൻ, ഇത് എക്സ് എന്ന് അസ്യൂം ചെയ്യുക. ഇന്റഗ്രൽ സൈൻ എക്സ് എന്താണ്? മൈനസ് കോസ് എക്സ്. എക്സ് എന്ന് അസ്യൂം ചെയ്തത് 3x. അവന്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് ചെയ്യണം. ടൈപ്പ് 2 ബേസിക് ഇന്റഗ്രേഷൻ അറിയണം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, ദെൻ ഇന്റഗ്രൽ ഓഫ് എന്താണ്? സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇവിടെ തൊട്ട് വേണം ഇനി തുടങ്ങാൻ. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ഇൻറ്റു ഈ ഇരിക്കുന്നത് അതുപോലെ അകത്തെഴുതുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട. ഇവിടെ ഇരിക്കുന്നത് അതുപോലെ അകത്ത് എന്താണ്? വിത്ത് സൈൻ മൈനസ് കോസ് 3x ബൈ എന്താണ്? 3, ദെൻ ഓപ്പറേറ്റർ dx. ഇവിടെ കിട്ടിയായിരുന്നു ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, ദെൻ ഇന്റഗ്രൽ ഓഫ് ദിസ് ഫംഗ്ഷൻ അത് ഇവിടെ എഴുതി മൈനസ് ഇന്റഗ്രൽ ഓഫ്, ഇത് ഇവിടെ തുടങ്ങുക. ആദ്യം ഇരിക്കുന്നവന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1, രണ്ടാമതിരിക്കുന്നവൻ അതുപോലെ ഇതിനകത്ത് എഴുതുക. കഴിഞ്ഞു. ഈക്വൽ ടു ഈ മൈനസ് ആദ്യം എഴുതുക, മൈനസ് എക്സ് ഇൻറ്റു cos 3x ബൈ എന്താണ്? 3. ഈ മൈനസും ഈ മൈനസും ഇവിടെ പ്ലസ്. ആ 1/3 കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു. 1/3 ഔട്ട്സൈഡ് എടുത്തു. പിന്നെ എന്താ ഉള്ളത്? 1 ഇൻറ്റു cos 3x ദാറ്റ് ഈസ് cos 3x. ഇന്റഗ്രൽ cos 3x എന്താണ് ഫോർമുല? 3x നെ x എന്ന് അസ്യൂം ചെയ്യുക. ഇന്റഗ്രൽ cos x sin x, എക്സിന്റെ പ്ലേസിൽ എന്താണ്? 3x ഡിവൈഡഡ് ബൈ എന്താണോ x എന്ന് അസ്യൂം ചെയ്തത് അതിന്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് ചെയ്യണം. 3x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3 പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. കഴിഞ്ഞു. ഇവിടെ എന്താണ്? മൈനസും ഈ മൈനസും ഇവിടെ പ്ലസ് ആയി. 1/3 പുറത്തെടുത്താൽ ഇന്റഗ്രൽ cos 3x മാത്രം. ഇന്റഗ്രൽ cos 3x എന്താണ്? sin 3x ബൈ 3 പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c. ഇനി ഇത് മൾട്ടിപ്ലൈ 1/9 എന്ന് നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇന്റഗ്രൽ x square into e raised to x dx. സപ്പോസ് എക്സാമിനേഷന് ഫൈൻഡ് ഇന്റഗ്രൽ e raised to x into x square എന്ന് തന്നാൽ നിങ്ങൾ ഓർഡർ തിരിച്ചെഴുതണം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായിരിക്കണം? പോളിനോമിയൽ. പോളിനോമിയലിന്റെ എക്സ്പോണൻഷ്യൽ വന്നാൽ ഫസ്റ്റ് ഫംഗ്ഷൻ പോളിനോമിയലെ എഴുതാവൂ. സോ ഇവിടെ ആ ഓർഡർ കറക്റ്റ് ആണ്. സോ വി ക്യാൻ അപ്ലൈ പ്രോഡക്റ്റ് റൂൾ. പറഞ്ഞോളൂ, ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് e raised to x ന്റെ ഇന്റഗ്രൽ എന്ത് തന്നെയാണ്? e raised to x മൈനസ് ഇന്റഗ്രൽ ഓഫ് ആദ്യം ഇരിക്കുന്നവന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവും ഇന്റഗ്രേഷനും എല്ലാം ഒരുമിച്ച് വരികയാണ്. അവിയിലായോ? അവിയിലാകാൻ പാടില്ല. ഓക്കെ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു ഈ ഇരിക്കുന്നത് അതുപോലെ എഴുതുക. ദെൻ ഓപ്പറേറ്റർ dx ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് വീണ്ടും 2x ഇൻറ്റു ഇ റൈസ് ടു എക്സ്, വീണ്ടും പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ്. ഇതുവരെ ചെയ്തതിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒറ്റയടിക്ക് ഇന്റഗ്രേഷൻ നടന്നു. ഇവിടെ ഒരിക്കൽ കൂടെ എന്ത് അപ്ലൈ ചെയ്യണം? ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ 2x എന്ന് എടുക്കുക, സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ്, ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക. പറഞ്ഞോളൂ, വീണ്ടും ബൈ പാർട്സ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് മൈനസ് ബൈ പാർട്സ് റൂൾ മൈനസ് ഇന്റഗ്രൽ ഓഫ്, ഇപ്പോ ഫസ്റ്റ് ഫംഗ്ഷൻ 2x ആണ്, അവന്റെ ഡെറിവേറ്റീവ് 2x ന്റെ ഡെറിവേറ്റീവ് 2 കോൺസ്റ്റന്റ്, x ന്റെ ഡെറിവേറ്റീവ് 1, 2 into 1 2 ഇൻറ്റു ഈ എഴുതിയത് അതുപോലെ അകത്തെഴുതുക. ദെൻ ഓപ്പറേറ്റർ dx ക്ലോസ്ഡ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്താണ് ഇവിടെ വീണ്ടും ഒരിക്കൽ കൂടെ ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ഫംഗ്ഷൻ 2x അതുപോലെ ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഈ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 2x ന്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു ഇത് അതുപോലെ അവിടെ റീപ്ലേസ് ചെയ്യുക. കഴിഞ്ഞു. ഈക്വൽ ടു
എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇത് എഴുതി ഈ മൈനസ് ഓപ്പൺ ചെയ്യുന്നു -2x ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഈ മൈനസും കൂടെ പ്ലസ് 2 കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കാം then just integral e raised to x 2 ഔട്ട്സൈഡ് എടുത്താൽ e raised to x ന്റെ ഇന്റഗ്രേഷൻ ചെയ്താൽ പോരെ ഇന്റഗ്രൽ ഓഫ് e raised to x എന്ത് തന്നെയാണ് e raised to x പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c വേണമെങ്കിൽ e raised to x ഒക്കെ കോമൺ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം അതിന്റെ ഒന്നും ആവശ്യമില്ല പിടികിട്ടിയായിരുന്നു ഇവിടെ രണ്ട് പ്രാവശ്യം എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരുന്നു ഒരു പ്രോബ്ലത്തിൽ തന്നെ ബൈ പാർട്സ് റൂൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇന്റഗ്രൽ x സ്ക്വയർ ഇൻറ്റു log x dx x square into log x dx polynomial into logarithmic function order is very important എന്ത് ഓർമ്മിക്കുക ലിപ്പ് L for logarithmic function the first function must be logarithmic function log into polynomial വന്നാൽ logarithmic function first function ആയിട്ട് എഴുതണം നിർബന്ധം very important question so order equal to ഒന്ന് തിരിച്ചെഴുതുക log x into x square എന്ന് എഴുതുക then operator dx അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ നോട്ട് പോസിബിൾ ഓർക്കുക so which is equal to ഇനി വീണ്ടും ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്യുക പറഞ്ഞോ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ into ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ x സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ് പവർ ഒന്ന് കൂട്ടണം x³ 3 മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇവിടെ തൊട്ട് തുടങ്ങുക ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് log x ന്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു ഈ എഴുതിയത് അതുപോലെ ഇവിടെ എഴുതുക that is x³ 3 then operator dx കഴിഞ്ഞു equal to log x into x³ 3 minus ഈ കോൺസ്റ്റന്റിനെ ഔട്ട്സൈഡ് എടുക്കുക 1/3 then integral x³ സിംപ്ലിഫൈ ചെയ്യുക x³ എന്താണ് x² dx അത്രയല്ലേ ഉള്ളൂ പിന്നെ സിമ്പിൾ ഇന്റഗ്രേഷൻ ആയില്ലേ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതണമെന്നില്ല ഒറ്റയടിക്ക് അവിടെ ഇന്റഗ്രൽ ഓഫ് x² 3 വേണമെങ്കിൽ എഴുതാം ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതുന്നു equal to log x into x³ 3 minus 1/3 into what is integral of x² പവർ ഒന്ന് കൂട്ടുക x³ by ആ സെയിം നമ്പർ ഡിവൈഡ് ചെയ്യുക x³ 3 plus integration constant c which is the integral of integral x² into log x ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് 1/9 into x³ എന്നൊക്കെ എഴുതാം സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് വിടുന്നു ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇന്റഗ്രൽ x into log x dx കഴിഞ്ഞ പ്രോബ്ലം പോലെ ആദ്യം എന്തെഴുതണം ലോഗരിതമിക് ഫംഗ്ഷൻ എഴുതണം സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓർഡർ ഒന്ന് റിവേഴ്സ് ചെയ്യുന്നു ഫസ്റ്റ് ഫംഗ്ഷൻ log x ആയി x സെക്കൻഡ് ഫംഗ്ഷൻ ആയി then operator dx now we can apply by parts rule പറഞ്ഞോളൂ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ into integral of second function integral x dx പവർ ഒന്ന് കൂട്ടണം x² 2 അറിയണം മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇനി ഇവിടെ തൊട്ട് തുടങ്ങുക ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് log x ന്റെ ഡെറിവേറ്റീവ് സ്റ്റാൻഡേർഡ് ഫോർമുല 1/x നിങ്ങൾക്കറിയാം ഇൻറ്റു ഈ എഴുതിയത് അതുപോലെ അകത്തെഴുതുക കഴിയില്ലേ ഇത്രയേ ഉള്ളൂ ഈക്വൽ ടു log x ഇൻറ്റു x² 2 എഴുതി മൈനസ് ഈ 1/2 കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുത്തു then ഒരു എക്സും ക്യാൻസൽ ചെയ്താൽ പിന്നെ എന്തുണ്ട് ഇന്റഗ്രൽ x dx ഇന്റഗ്രൽ x എന്ന് പറഞ്ഞാൽ എന്താണ് x² 2 സോ x² 2 പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് c ഇവിടെ വേണമെങ്കിൽ എന്ത് എഴുതാം മൈനസ് x² 4 എന്ന് എഴുതാം which is the simplification very simple very important next question find integral log x dx integral log x dx നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റഗ്രൽ ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ഇവിടെ പ്രോഡക്റ്റ് ഒരു log x മാത്രമല്ലേ ഉള്ളൂ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഇന്റഗ്രൽ log x ഡയറക്റ്റ് ഫോർമുല ഉണ്ടോ ഇല്ല 1/x എന്ന് എഴുതി കളയരുത് അത് log x ന്റെ ഡെറിവേറ്റീവ് ആണ് മാറിപ്പോകരുത് സോ ഇന്റഗ്രൽ log x ന്റെ ഡയറക്റ്റ് ഫോർമുല ഇല്ല അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എന്ത് ചെയ്യാം നോക്കിക്കോളൂ അഡ്ജസ്റ്റ്മെന്റ് ഇന്റഗ്രൽ log x നെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ log x into 1 dx log x into 1 എന്ന് പറഞ്ഞാൽ log x തന്നെയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും തിരിച്ച് 1 into log x എന്ന് എഴുതിയാൽ പോരെ എന്ന് എഴുതാം പക്ഷേ ഇന്റഗ്രേഷൻ ഈസ് നോട്ട് പോസിബിൾ കാരണം ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫസ്റ്റ് ഫംഗ്ഷൻ log x തന്നെ വരണം അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് log x into 1 ഇനി നമുക്ക് ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്യാം ഫസ്റ്റ് ഫംഗ്ഷൻ log x സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ് 1 എന്ന് കൺസിഡർ ചെയ്യുക പറഞ്ഞോളൂ പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ what is integral 1 dx
ഇന്റഗ്രൽ 1 dx എന്താണ്? എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ്, ഇവിടെ തുടങ്ങുക, ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു ഈ എഴുതിയത് അതുപോലെ അകത്തെഴുതുക. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സിക്വൽ ടു കഴിഞ്ഞില്ലേ? ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് എക്സ് ക്യാൻസൽ ചെയ്താൽ വീണ്ടും ഇന്റഗ്രൽ 1 dx ദാറ്റ് ഈസ് എന്താണ്? എക്സ് പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി സിക്വൽ ടു വേണമെങ്കിൽ ഈ ടേബിളിൽ നിന്ന് കോമൺ ആയിട്ട് ഒരു എക്സ് ഔട്ട്സൈഡ് എടുത്താൽ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 പ്ലസ് സി. വേണമെങ്കിൽ ഇന്റഗ്രൽ ലോഗ് എക്സ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1 പ്ലസ് സി എന്ന് കാണാതെയൊക്കെ പഠിക്കാം, നിർബന്ധമൊന്നുമില്ല. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രത്യേകിച്ച് JEE പോലത്തുള്ള എക്സാമിനേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫോർമുലാസ് ഒക്കെ പഠിച്ചാൽ കൊള്ളാം. നമ്മുടെ സ്റ്റേറ്റ് സിലബസുകാർ ഇതെന്താണ് സിംപ്ലിഫൈ ചെയ്യാൻ പഠിക്കുക, കാണാതെ പഠിക്കണ്ട. സോ ഇന്റഗ്രൽ ലോഗ് എക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് പിടികിട്ടായിരുന്നോ? ഇത്രയേ ഉള്ളൂ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് dx. പല കുട്ടികളും ചാടിയും എഴുതും, എന്താണ്? ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അല്ല, അതെന്താണ്? ഡെറിവേറ്റീവ് ആണ്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെ നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഇന്റഗ്രൽ ആണ് കാണേണ്ടത്. വീണ്ടും സെയിം കളി. എങ്ങനെ എഴുതണം? സിക്വൽ ടു ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 dx എന്ന് എഴുതുക. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ത് തന്നെ വരണം? ഇൻവേഴ്സ്, അതിനുശേഷമേ പോളിനോമിയൽ വരാവൂ. എലിപ്പ് ഓർക്കുക, ഇൻവേഴ്സ് കഴിഞ്ഞിട്ടേ പോളിനോമിയൽ വരാവൂ, അത്രയേ ഉള്ളൂ. സോ ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സിനെ എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1. അഗൈൻ വി ക്യാൻ അപ്ലൈ പ്രോഡക്റ്റ് റൂൾ. പറഞ്ഞോ? ഫസ്റ്റ് ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ 1. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സ് അതുപോലെ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1 dx. ഇന്റഗ്രൽ ഓഫ് 1 dx എന്താണ്? എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ്, ഇവിടെ തുടങ്ങുക, എവിടെ തുടങ്ങണമെന്ന് അറിയണം, ഇവിടെ തുടങ്ങുക. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്? ഇപ്പൊ പറഞ്ഞു, ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഈ രണ്ടാമതിരിക്കുന്നത് അതുപോലെ എഴുതുക. കഴിഞ്ഞു. ഇനി അവനെ ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ടൈപ്പ് ആയിരിക്കും. സിക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ്, ഞാൻ കാണാൻ ഭംഗിക്ക് വേണ്ടി എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് തിരിച്ചെഴുതി, മൈനസ് ഇന്റഗ്രൽ ഓഫ്, ഇവനെ എങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യും? താഴെ ഇരിക്കുന്ന ടേമിന്റെ ഡെറിവേറ്റീവ് 1/0, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, മുകളിൽ എക്സ് ഉണ്ട്, ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ മേളിൽ 2 മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ 2x ആയി. അവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് വിലയ്ക്ക് വ്യത്യാസം വരായിരിക്കാൻ ഒരു 1/2 ഡിവൈഡ് ചെയ്യണം. അത് ഔട്ട് സൈഡ് ഡിവൈഡ് ചെയ്താൽ പോരെ? അകത്ത് ഡിവൈഡ് ചെയ്തിട്ട് കോൺസ്റ്റന്റ് പുറത്തെടുത്തു, അത്രേ ഉള്ളൂ. സോ 2 മേളിൽ മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഡിവൈഡ് ചെയ്തു, താഴെ ഡിവൈഡ് ചെയ്ത് 1/2 പുറത്തെടുത്തു, ബൈ 2 മേളിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2x, ബൈ താഴെയുള്ളത് അതുപോലെ 1 പ്ലസ് എക്സ് സ്ക്വയർ dx ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2. ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ ടൈപ്പ് 3 എന്താണ്? ഇന്റഗ്രൽ ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ, താഴെ ഇരിക്കുന്നത് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റൻസി. താഴെ ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ഇന്റഗ്രൽ ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ, താഴെ ഇരിക്കുന്നതെന്ന് നമ്മൾ ടൈപ്പ് 3 ആയിട്ട് പഠിച്ചു. ഒത്തിരി പ്രോബ്ലംസ് ചെയ്തു. വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. ഈ പ്രോബ്ലവും അതേസമയം ഇമ്പോർട്ടന്റ് ആണ്. Question, find integral sin inverse x dx. Question കാണുമ്പോഴേ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. Equal to integral sin inverse x നെ എങ്ങനെ എഴുതാം? sin inverse x into 1 dx എന്ന് എഴുതാം. Equal to again by parts rule. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, then integral of second function integral 1 dx that is x minus integral of, ഇവിടെ തുടങ്ങുക, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാകണം. 1/√1 മൈനസ് എക്സ് സ്ക്വയർ, ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഈ രണ്ടാമതിരിക്കുന്നത് അതുപോലെ അകത്തെഴുതുക, then ഓപ്പറേറ്റർ dx ഈക്വൽ ടു, ഇത് അതുപോലെ എഴുതുക. ആ എക്സ് ഞാൻ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്നു, എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ഇന്റഗ്രൽ എന്താണ് അകത്തിരിക്കുന്നത്? x/√1 മൈനസ് എക്സ് സ്ക്വയർ dx. ഇത് ഇന്റഗ്രേഷൻ ചെയ്യണം. എങ്ങനെ ചെയ്യും? നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്റഗ്രൽ f'(x/f(x) dx ആണെങ്കിൽ ആർക്ക് പറയാം? താഴെ ഇരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പഠിച്ചു കഴിഞ്ഞു. അതാണ് കഴിഞ്ഞ കോളത്തിൽ അപ്ലൈ ചെയ്തത്.
ഇതിന് സമാനമായി വേറൊരു ഫോർമുല ഇവിടെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്റഗ്രൽ എന്താണ്? എഫ് ഡാഷ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ് വന്നാൽ, ഡിനോമിനേറ്ററിൽ റൂട്ടിനകത്തിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ആൻസർ എന്താണ്? 2 ഇൻറ്റു റൂട്ട് എഫ് ഓഫ് എക്സ്, 2 ഇൻറ്റു താഴെ ഇരിക്കുന്നത് എന്ന് പഠിപ്പിച്ചു. ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ ഓർമ്മിച്ചോളൂ. ടൈപ്പ് 8 പഠിപ്പിച്ചപ്പോൾ ഞാൻ ഈ ഷോർട്ട് കട്ട് പഠിപ്പിച്ചായിരുന്നു. ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് വന്നാൽ എന്താണ്? 2 ഇൻറ്റു റൂട്ട് എഫ് ഓഫ് എക്സ്. ആ കളി ഇവിടെ നടത്താം. ഡിനോമിനേറ്ററിൽ റൂട്ടിനകത്തിരിക്കുന്നവന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ഇൻറ്റു 0 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 2x. ഇവിടെ എക്സ് ഉണ്ട്, ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നു? ഒരു -2 കൊടുക്കുന്നു. പകരം -2 പുറത്ത് ഡിവൈഡ് ചെയ്താൽ പോരെ? ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് 1/2 ഇവിടെ കിട്ടിയായിരുന്നു. ഇവിടെ ഒരു -2 മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ -2 ഡിവൈഡ് ചെയ്തു. ആ മൈനസ് ഈ മൈനസ് കൂടെയാണ് സെന്ററിൽ പ്ലസ് ആയത്. കഴിഞ്ഞു. ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഇത് അതുപോലെ എഴുതി, ഈ 1/2 എഴുതി. ദെൻ ഇന്റഗ്രൽ ഓഫ് ഡിനോമിനേറ്ററിൽ റൂട്ടിനകത്തിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നു. ഡിനോമിനേറ്ററിൽ റൂട്ടിനകത്തിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ഇന്റഗ്രൽ എന്താണ്? 2 ഇൻറ്റു റൂട്ട് എഫ് ഓഫ് എക്സ്. 2 ഇൻറ്റു ഡിനോമിനേറ്റർ, 2 ഇൻറ്റു ഡിനോമിനേറ്റർ എന്താണ്? റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി എന്ന് കൊടുക്കാം. 2 ക്യാൻസൽ ചെയ്താൽ വിച്ച് ഈസ് ദ ഇന്റഗ്രൽ. ഇങ്ങനെയും ചെയ്യാം. ഇനി ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ വരുമ്പോൾ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുക്കണം. റൂട്ടിനകത്തിരിക്കുന്നത് 1 മൈനസ് എക്സ് സ്ക്വയർ, അതിന് യു എന്ന് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താലും ഈ ഇന്റഗ്രൽ കിട്ടും. ഏതാണോ എളുപ്പം ആ മെത്തേഡ് അപ്ലൈ ചെയ്യൂ. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബൈ പാർട്സ് റൂള് ഭംഗിയായി നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എഴുതി തന്നെ പഠിക്കുക. ഒപ്പം ഇന്നത്തെ ഹൈലൈറ്റ് എന്താണ്? ലിപ്പ് മറക്കരുത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും ലിപ്പുമായി നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ.